ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡ്രമ്മിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ്. അപ്പോൾ ഇതുപോലുള്ള കൊച്ചു കൊച്ചു അറിവുകൾക്കായിട്ട് നമ്മുടെ കൃഷി ലോകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നൂടി സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എങ്ങനെയുണ്ട്? കൊള്ളാം. ഇപ്പം ഞാനും ഒന്ന് ഇതിന്റെ പൂ കണ്ടാ, നിങ്ങൾ കണ്ടോ? പൂ ഇങ്ങനെ ഇരിക്കുന്നത് പൂ അവര് ഇതിന്റെ ഇല നമുക്ക് ജീരകത്തിന്റെ ടേസ്റ്റ്, പെരുംജീരകത്തിന്റെ അടിപൊളി പെരുംജീരകത്തിന്റെ ടേസ്റ്റ് ആണ് കേട്ടോ ഇത്. അയ്യോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് എന്താ പേര്? ഇതൊരു മസാല ട്രീ എന്ന് പറയും. ഇതിന്റെ ഇല തന്നെ നമ്മൾ കടിച്ചാൽ മതി. നമ്മളിപ്പോ പെരുംജീരകമൊക്കെ ഭക്ഷണം കഴിഞ്ഞിട്ട് പെരുംജീരകം കഴിക്കുന്ന പോലെ തന്നെ നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിഞ്ഞാൽ ആ ഒരു ഇല എടുത്ത് കടിക്കും നാച്ചുറലായിട്ട്. അടിപൊളി. വീടിന്റെ പഠിക്ക് വയ്ക്കുകയാണെങ്കിൽ രണ്ടൊക്കെ അടിച്ചു വരാണെങ്കിൽ ചെല്ലില്ലാണ്ട് കിടന്നു. അപ്പൊ ഇതാ പറയരുത് വീട്ടില്. പഠിക്ക് തട്ടില് വെച്ചേക്കണം. ഹോട്ടലിൽ കയറിയെന്ന് പറയുള്ളൂ. ഹോട്ടലിൽ കയറിയെന്ന് പറയുള്ളൂ. അതൊക്കെയാണ് അതിന് ചെറിയൊരു ഗുണങ്ങൾ. അപ്പൊ നമ്മൾ ഇനിയിപ്പോ ഡ്രമ്മിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വെച്ച് ഇപ്പൊ വീടിനോട് ചേർന്ന് വന്നിരിക്കണം. സ്ഥലം പരിമിതി കൊണ്ട് ഇവിടെയുള്ള 3 ഏക്കർ ഫില്ലായി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഡ്രമ്മില് കൃഷി ചെയ്യുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി ഒന്ന് പറയാമോ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട്? കൃഷി ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഡ്രമ്മിൽ നിന്ന് 1 ഇഞ്ച് ഹൈറ്റിലായിരിക്കും ഹോളിടുക. കാരണം നമ്മളൊരു ടൂറ് പോയി തിരിച്ചു വരുന്നത് ഇത് ഉണങ്ങാൻ പാടില്ല. അതിന് അത്യാവശ്യം വെള്ളം അതിൻ്റെ അടിയിൽ നമ്മൾ സ്റ്റോറേജ് കൊടുക്കും. അത് തന്നെയല്ല നമ്മൾ മുകളിൽ ഒഴിക്കുമ്പോൾ ആ വളങ്ങളെല്ലാം ഓടി താഴ്ചിട്ട് അപ്പോൾ നമ്മൾ വെള്ളം പെട്ടെന്ന് ആ വളങ്ങളൊന്നും പെട്ടെന്ന് പോവരുത്. ഇത് വേനൽക്കാലത്ത് പെട്ടെന്ന് ചൂടാവും ഡ്രമ്മ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹ്യൂമിഡിറ്റി നമുക്ക് മുകളിൽ അപ്പോൾ അത് പെട്ടെന്ന് വെച്ച് പോകില്ല. അത് തന്നെയല്ല ഇതിൻ്റെ ഈ ഹോൾസ് ഉണ്ടോ, ഹോൾസ് 1 ഇഞ്ച് പൊക്കിയാൽ നമ്മളിടാം. ഒരു 2 ലിറ്റർ വെള്ളം ഇതിനകത്ത് പിടിക്കും ഇതിൻ്റെ താഴെ. അപ്പോൾ ഇത്രയും വരെ നമ്മൾ നല്ല ചകിരി ചകിരി ഉണ്ടല്ലോ, ചകിരി വെട്ടി നുറുക്കിയിട്ടിട്ടുണ്ടോ, തൊണ്ട് വെട്ടി നുറുക്കി അത്ര ഹൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മൾ ഇട്ട വളത്തിൻ്റെ അംശങ്ങളൊക്കെ അവിടെ ചെന്ന് സ്റ്റോർ ആയിക്കോട്ടെ. ഒരു 50% ചെടികൾ അത്യാവശ്യം വെള്ളത്തിൽ ഇറങ്ങി വളം വലിക്കും, എടുത്തോളൂ. 50% ചെടികൾ, എല്ലാ ചെടികളും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇനി അങ്ങനെയുള്ളവർക്ക് ഇത് ബ്രഹ്മ ചൂടാകുമ്പോൾ തന്നെ ആവിയായിട്ട് വെള്ളം മുകളിലേക്ക് വന്ന് അവർ നമ്മൾ 2-3 ദിവസം നമ്മളില്ലെങ്കിൽ ഒരു 2-3 ദിവസമൊക്കെ നമ്മൾ ഇവിടെ ഇല്ലെങ്കിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. വരുമ്പോൾ എല്ലാം ഉണങ്ങിപ്പോയി എന്നൊരു കംപ്ലൈൻറ്റ് വരും. അല്ലെങ്കിൽ പിന്നെ എങ്ങും പോകാണ്ടിരിക്കണം. ഞങ്ങളുടെ ഒരു അവസ്ഥയാണ്. ഞങ്ങൾ എറണാകുളത്തെ വീട്ടിൽ പോയാൽ ഇപ്പോൾ പോയി, ഇന്നത്തെ പോയാൽ നാളെ ഉച്ചയാകുമ്പോൾ തിരിച്ചു കൊടുക്കും. അപ്പോൾ നിങ്ങൾ ഡ്രമ്മിൽ വയ്ക്കുന്ന അടിയിൽ ഹോൾസ് വരുന്നത് ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ പൊക്കിയിട്ട് അതൊരു ബുദ്ധിയാണ്. ആ വെള്ളം അവിടെ നിൽക്കട്ടെ. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ ഐഡിയകളാണ് കിട്ടണേ. അപ്പോൾ നമ്മൾ ഡ്രമ്മിൽ പ്ലാന്റുകൾ നടുമ്പോൾ ഈ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ ഒരുപാട് വലിയ ചെടികളല്ല അല്ലേ, കുറ്റിച്ചെടിയായിട്ട് വളർത്തുന്നതിനെയാണ് നമ്മൾ ഡ്രമ്മിൽ വെച്ചിരിക്കുന്നത് അല്ലേ ഇവിടെ. അത് നമുക്ക് ഡ്രമ്മിൽ വെക്കാൻ പറ്റി മാത്രം നമ്മളിവിടെ വെച്ചിട്ടുള്ളൂ. അല്ലാത്ത നിലത്ത് വയ്ക്കും. ഇപ്പം എന്ത് വേണമെങ്കിൽ ഇത് കണ്ടോ, ഇത് കൊക്കോ പ്ലം ആണ്, അറിയാമോ? കൊക്കോ പ്ലം മസാല ചെടി. ഇത് കൊക്കോ പ്ലം ആണ്. ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലം. ആമസോൺ ബേർഡ് ലേക്ക് എവിടെയെങ്കിലും പരിചയപ്പെട്ടിട്ടുണ്ടോ? ആമസോൺ ബേർഡ് ലേക്ക് എന്ന് പറയും. പൂത്തുണ്ടോ? ഇത് ലോങ്കൺ. ഇത് പൂത്ത് 1-2-3 പ്രാവശ്യമൊക്കെ പൂത്തതിന് ശേഷം പിടിക്കുള്ളൂ. ഇത് ലോങ്കന്റെ അതേ സ്വഭാവമാണ്. ഇതെന്താണ് അടുത്തത്? ഈ യുജീനിയ വകുത്തിൽപ്പെട്ട യുജീനി. ഇത് സഡൈബർ ചെറി. അതൊരു പ്ലം ആണോ? പ്ലം. അതൊരു ഐക്യൂ പ്ലം എന്ന് പറയുന്നത്. ടേസ്റ്റ് ഇല്ല, പക്ഷെ അത് മെമ്മറി വർദ്ധിക്കുമെന്നാ പറയുന്നത്. ഫ്രൂട്ട്സിന്റെ കാശിന്റെ ഭാഗമായിട്ട് കൊണ്ടുനടക്കാം. അതെ. ഇത് നമ്മൾ നേരത്തെ ഇത് കണ്ടിട്ടില്ലേ? പൈനാപ്പിൾ ഒരുപാട് തലകളായിട്ടുള്ള അവിടെ കണ്ടത്. അത് തന്നെ. പിന്നെന്താണ് ഇത് ഗവർണർ പ്ലം. ഗവർണർ പ്ലം എന്ന് പറഞ്ഞിട്ട് മുള്ളുള്ളത് വരുന്നുണ്ട്, മുള്ളില്ലാത്തതൊക്കെ വരുന്നുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ മുള്ളുള്ളതായിരിക്കും ഗവർണർ പ്ലം. പിന്നെ ഒലോസോപ്പ് എന്ന് പറയും. എന്ത്? ഒലോസോപ്പ്, ശർക്കരപ്പഴം എന്ന് വേണമെങ്കിൽ, ശർക്കര ടേസ്റ്റ് ആയിരിക്കും. ഇത് നമ്മുടെ ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന ആപ്പിളാന്നാ പറഞ്ഞിട്ടുണ്ടാവും, അറിയാൻ പാടില്ല. ഇത് മറ്റേ ആ കുരുമുളക്
ആ ഇത് മരക്കുരുമുളക്. ഇത് നെല്ലിയാണ്. ഇത് റെഡ് നെല്ലി. നെല്ലി. ഇത് ഗ്രൂമി ചാമ്പ. ചാമ്പ. ഇത് നെല്ലി നമുക്ക് ഈ ഗ്രോ ബാഗില് ഈ സാധനത്തില് ഡ്രമ്മിൽ വെച്ചാൽ ശരിയാവുക? ഇത്ര പ്രായത്തിൽ തന്നെ നഴ്സറി ഞാൻ വാങ്ങുമ്പോ അവിടെ പൂത്തുണ്ടായി. അതല്ലേ, അതുകൊണ്ടൊന്നും ഡ്രമ്മിൽ വെക്കാലോ നോക്കി പറമ്പിൽ വെച്ചിട്ട് ഒന്നും സക്സസ് ആവണില്ല. അന്ന് പിന്നെ ഡ്രമ്മിൽ സക്സസ് ആവുന്ന നോക്കണം. ചിലതൊക്കെ വേര് തിങ്ങുമ്പോ ഉണ്ടാവും, നല്ലോണം തിങ്ങും. വേര് വളരാൻ അതനുസരിച്ച് ഇത് വളർന്നുകൊണ്ടിരിക്കും, പൂവുണ്ടാവില്ല. അപ്പൊ നമ്മളൊരു ആടുണ്ടോ? ആടില്ല, ആട്ടിൻകാട്ടം. മൊയിലിന്റെ കാട്ട. അതെയാ, നമുക്ക് മുയലിനെ കാണാൻ കേട്ടോ. ഇത് മൊയിലും കാട്ടം നമുക്ക് ഇങ്ങനെയൊക്കെ വളമായിട്ട് യൂസ് ചെയ്യാം. മൊയിലിന്റെ മൂത്രമാണ് ഒരു മരുന്നും വളമായിട്ട് ഉപയോഗിക്കും. അപ്പൊ അത് നമ്മൾ കളക്ട് ചെയ്യുവോ? ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇത് നമ്മുടെ സൂര്യനാൻ ചെറിയാണ് കേട്ടോ. ഇത് എനിക്ക് അറിയാം. ബ്ലാക്ക് സുർണൻ ചെറിയാണ്. സാധാരണ ചെറിയ അവിടെ ഉണ്ട്. ഇത് ബ്ലാക്ക് സുർണൻ ചെറിയ ടേസ്റ്റ് ഉണ്ടാവും. താഴെ മുളക്. അത് നമ്മുടെ ഇത് ഏതിനാണ് പേരാ? ഇത് ഐസ്ക്രീം പേരാന്ന് പറഞ്ഞു. വയസ്സായ ആളുകൾക്ക് കുരു അധികം ഇല്ലാതെ നമുക്ക് കോരി തിന്നാവുന്ന രീതിയിൽ. ഇത് എന്ത് ചെടിയാ? ഇത് നമ്മുടെ റെയിൻ ഫോറസ്റ്റ് പ്ലം ആണ്. ഇത് അടുത്ത വർഷത്തേക്ക് പോവും. ഇത് നമ്മുടെ മരമുന്തിരി തന്നെയാണ്. മരമുന്തിരി തന്നെ പല ചട്ടിയിൽ നമ്മൾ ഡ്രമ്മിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഡ്രമ്മിൽ ചെയ്യുമ്പോഴേ നമ്മൾ എത്ര നാൾ കൂടിയാണ് വളമിടുന്നത്? 2 ആഴ്ച കൂടുമ്പോഴാണ് ഇവിടെ വളം ചെയ്യുന്നത്? എങ്ങനെയാണ് ഇത്? നമ്മൾ ആദ്യം നടന്നു തന്നെ ഇതിന്റെ പീച്ച് വാലി നോക്കും. പീച്ച് വാലി നോക്കുന്ന ഒരു മെഷീൻ. പീച്ച് വാലി നോക്കിയത് സെറ്റ് പരമാവധി നമ്മൾ എപ്പോഴും വളം ചെയ്യേണ്ട ഒരു അവസ്ഥ വരില്ല. ഇത് ഫ്ലവറിങ് ആയതിനു ശേഷം പിന്നെ നോക്കേണ്ട കാര്യം. പിന്നെ എപ്പോഴും നമ്മൾ വളം കൊണ്ടുവരില്ല. ഫ്ലവറിങ് നമ്മൾ pH ലെവലിൽ ഒരു പരിധി വരെ നമ്മൾ കിട്ടുന്ന മണ്ണിൽ ചിലപ്പോൾ കുറവാണെങ്കിൽ pH ബൂസ്റ്റ് ഞാൻ ചോദിച്ചത് അത് വെച്ച് നോക്കിയാൽ കറക്റ്റ് കിട്ടും. നമ്മൾ ചെയ്യുമ്പോൾ അപ്പൊ തന്നെ ഇടുമ്പോൾ തന്നെ വരണമെന്നില്ല. ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ പാസ് ചെയ്യും. അപ്പൊ നമ്മളൊരു സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും മണ്ണ് മാറ്റി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ pH കൂടി നോക്കി ചെയ്താൽ അത് നല്ലതാണ്. pH വാല്യൂ കുറഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിന്റെ മോളിൽ കിടന്നിട്ട് pH കൂട്ടാൻ കിടന്നിട്ട് അപ്പൊ നോക്കിയിട്ട് കാര്യം നമ്മൾ മൊത്തം മിക്സിങ് ആക്കുമ്പോൾ തന്നെ pH മണ്ണിൽ ആദ്യം നോക്കാം. കുറവുണ്ടെങ്കിൽ മാത്രം ആ രീതിയിൽ പോയാൽ മതി. കുമ്മായം ചേർത്ത് ചെയ്യാം, അല്ലെങ്കിൽ pH ബൂസ്റ്റർ ആഡ് ചെയ്തിട്ട് ഇപ്പൊ ഒരു 7 pH ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ മണ്ണിനെ ഒന്നും ചെയ്യാന്നൊക്കെ. 6 ആണെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്നതാണോ? അഗ്രി ഷോപ്പുകളിൽ നിന്നൊക്കെ അല്ലേ? അതെ. ഇതെന്താണ്? ഇതാണ് സൺറൂഫ്. അതാണല്ലേ ഇത് പല്ലിയിലോ പേരാന്ന് പറയും. ഒരു തൈയുടെ വില 2000 രൂപ കേട്ടോ. ഇതാണ് പുതിയ ഇപ്പൊ ഇമ്പോർട്ടഡ് ആയിട്ട് വന്നിട്ടുള്ള പേരയില് വേറൊരു പുതിയ പേരെ തന്നെ 10-20 വെറൈറ്റി ഉണ്ട്. ഒരു പല്ലിയിലിപ്പോ വന്നാട്ടോ. അപ്പൊ ഇത് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ നഴ്സറിയിലൊക്കെ ഇത് നമുക്ക് തന്നെ പെശകാതിരിക്കും. ഇതിലും പേരുണ്ട്, എല്ലാം പേരൊക്കെ ഉണ്ട്. നല്ല കാര്യം. അല്ല, ഇത് ഒത്തിരി അല്ലേ ബ്രെയിനിൽ നിൽക്കാവുന്ന. ഇത് നമ്മുടെ എലന്തപ്പഴം. എലന്തപ്പഴത്തിൽ സീഡ് ഇല്ലാത്തതാണ്. സീഡ് ഉള്ളതാ അവിടെ. ഇതിനകത്ത് സീഡ് ഉണ്ടാവില്ല. എലന്തപ്പഴം അത്രയും വലുതായിട്ട് വണ്ണം വെച്ച് വലുതാവും അല്ലേ? നമ്മളത് വെട്ടി ഒതുക്കാണ്. ഇതിനെ വളർത്താൻ വിട്ട് കഴിഞ്ഞാല് ഈ മരം അല്ല, എലന്തപ്പഴം അത് സീഡ് ഉള്ളതാ. ഇത് സീഡ് ഉണ്ടാവൂല. പിന്നെ ഇതിന്റെ റെഡ് ഉണ്ട്. ഞങ്ങളിപ്പോ വെച്ചിട്ടുണ്ട്. ഇത് റൊളോനിയ കേട്ടോ. റൊളോനിക്ക് എന്താ കുഴപ്പമില്ല, നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് തന്നെ കായുണ്ടോ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതെന്നില്ല, ഞാൻ പലവട്ടം വെച്ചിട്ട് പെട്ടെന്ന് ഉണങ്ങിപ്പോവാ. ഗ്രാഫ്റ്റ് ചെയ്ത് പെട്ടെന്ന് കേടുവരുന്നുണ്ട്. അപ്പൊ നമ്മൾ സീഡ് ഒന്ന് പരീക്ഷിച്ചു. ഞാൻ 2 റൗണ്ട് വെച്ചപ്പോ എപ്പോഴും ഇങ്ങനെ പൂണ്ടായിക്കൊണ്ടിരിക്കും എന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങിപ്പോയി. അപ്പൊ സീഡ് ആണെങ്കിൽ നമുക്ക് കുറച്ച് വായിക്കാനുണ്ട്. ഇത് വെസ്റ്റ് ഇന്ത്യൻ ചെറി. ഇത് മുന്തിരിപ്പേര. അവിടെ നമ്മളൊരു പേര കണ്ടല്ലേ? അവിടെ എന്തോ ഒരു പേര അല്ല, അവിടെ ഏറ്റവും ഒരു പ്രത്യേക ഇലയുള്ള ഒരു പേര. അതല്ലേ? അതെ. അതിനെയാണ് എന്താ മോനെ പറയാ? സ്ട്രോബെറി പേര. അത് റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്. ഇത് യെല്ലോ ആട്ടോ സ്ട്രോബെറി പേരയുടെ. അത് റെഡ്. അപ്പൊ ചോദിക്കട്ടെ, ഈ ഡ്രമ്മൊക്കെ നമ്മൾ എവിടെ നിന്നാണ് സംഘടിപ്പിക്കുന്നത്? അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിട്ട് ഒരു ഇൻഫർമേഷൻ എന്ന രീതിയിൽ ചോദിക്കുകയാണ്. അതുകൂടി ഒന്ന് പറഞ്ഞു. ഇത് നമ്മുടെ അവിടെ അടുത്താണെങ്കിൽ കൊടകരയാണെങ്കിൽ അവിടെ കമ്പനികളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അടുത്തെവിടെയെങ്കിലും ഒരു ഷോപ്പ് ഉണ്ടാകും. അവിടെ നിന്നൊക്കെയാണെങ്കിൽ
ഇത് 175 രൂപ, 200 രൂപ. പിന്നെ ഇത്ര കളർ കുറഞ്ഞു നോക്കിയാണ് ഇത് 120 രൂപ. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതെ നല്ല കളർഫുള്ളുള്ള പുതിയ ഡ്രം മേടിക്കാൻ 200 രൂപ. ഇനി ചേട്ടാ നമുക്ക് ചെടി വയ്ക്കാനാണ്. അപ്പൊ പുള്ളി ഇത്തിരി കളർ കുറഞ്ഞ ഇത്തിരി പോറലൊക്കെ ഉള്ള പണിയാർ 100 രൂപ 120 രൂപ. അതായത് സ്കാപ്പറായിട്ട് പോകാം. അപ്പൊ ഇനി നമുക്ക് VNR പേര കാണാം. അവിടെ ഇവിടെ കായ്ച്ചു നിൽപ്പുണ്ട്. ഇതേണ്ട VNR പേരയൊക്കെ ദേ ഇവിടെ നമ്മുടെ പൊക്കത്തിൽ ഇവിടെ കായ്ച്ചു നിൽപ്പുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ളതാണിത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതിനു മുമ്പ് ഇവിടുത്തെ മറ്റു കുറച്ച് കൃഷികളും കാര്യങ്ങളും ഒക്കെ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ കാണാത്തവർ അതുകൂടി കാണുക. ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് ആ വീഡിയോസിൻ്റെ ലിങ്ക് വെക്കാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.